ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ ഉറക്കം എണിച്ച് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പോൾ ഉറക്കം എണിച്ച് തലമുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒതുക്കി കെട്ടിയിട്ട് ഞാൻ താഴെ പോകും. അപ്പോൾ താഴെ പോയിട്ടും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. അടുത്ത് നമുക്ക് സെറ്റാഫിലിൻ്റെ ടോണർ ഇടാം. ഓക്കെ, ടോണർ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് സെറ്റാഫിൽ. സെറ്റാഫിലിൻ്റെ ബ്രാൻഡിലെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെറ്റാഫിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യണമെന്നില്ല. നമ്മൾ ഒരു കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്താലും മതി. ഇനി നമുക്ക് ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കാം. ഓയിൽമെൻറ്റ് ഇടുന്നതിൻ്റെ കാരണം എനിക്കിവിടെ ചെറിയ ചെറിയ വൈറ്റ് ഹെഡ്സ് ഉണ്ട്. സോ അത് മാറാനാണ്. പിമ്പിൾസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഞാൻ ഇത് ഇടണോണ്ട് പിമ്പിൾസ് ഇല്ല. രാവിലെ എണീക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഫുൾ അടയും. കാരണം എൻ്റെ തൊണ്ട ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഫേസിൽ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, മാറും. എൻ്റെ ഫേസിന് ഇത് സ്യൂട്ടാണ്. എനിക്കിത് ഡോക്ടർ തന്നതാണ്. സോ എല്ലാവർക്കും ഇത് ഓക്കെ ആണോ എന്ന് ഐ ഡോണ്ട് നോ. ഇത് ലിപ് ബാമാണ്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഗൈസ്, ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തോണ്ട് ലിപ് ടിൻറ്റും കൂടെ ഇട്ട് കൊടുക്കാം ഗൈസ്. ഇല്ലെങ്കിൽ എൻ്റെ ചുണ്ട് ഇതുപോലെ വെള്ള ചുണ്ടായിട്ടിരിക്കും. ഓക്കെ, ഞാൻ ക്യൂട്ടായിട്ടില്ലേ ഗൈസ്? അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ഞാൻ ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം ഇന്ന് എന്താണ് ഫുഡ് കഴിക്കാനെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ താഴെ വന്ന് ഇനി നമുക്ക് മീൻ പൊരിക്കാം. പിന്നെ ഞാൻ മീനിനെ അരയ്ക്കുകയൊക്കെ ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ മീൻ പൊരിക്കാം. ഇത് ഞാൻ താഴെ വന്നപ്പോൾ മീൻ പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ തന്നെ അങ്ങ് പൊരിക്കാമെന്ന്. അങ്ങനെ ഞാൻ മീൻ പൊരിച്ചതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ അങ്ങനെ വലിയ ജോലികളൊന്നും ചെയ്യാറില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളും. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാത്രം കഴുകിയിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജോലികളെ രാവിലെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് ജോലിയേ ഇല്ല. പിന്നെ എനിക്ക് വീഡിയോസ് എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കാപ്പി കുടിക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ കാപ്പി കുടിക്കാൻ പോണ്. രാവിലത്തെ കാപ്പി ഇവിടെ ദോശയും സാമ്പാറുമാണ്. കണ്ടോ, ദോശ സാമ്പാർ. ഞാൻ 3 ദോശയാണ് എടുത്തത്. പിന്നെ കട്ടനാണ്. ഗൈസ്, അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടീസ് ഉണ്ട്. കാരണം ഇന്നലെ വരെ ഞങ്ങളെ ഇവിടെ ഇരുന്നത് PC ആണ്. ഞാൻ ഇന്നലെ തന്നെ ഈ എൻ്റെ ബൊമ്മക്കുട്ടീസൊക്കെ ഇവിടെ എടുത്ത് വെച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ്.
നല്ല രസമില്ലേ? അപ്പോൾ ഇനി എനിക്ക് ക്ലീനിങ് ആണ്. നോർമലി ഞാൻ ലൈവ് ഇടുമ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കണേണ് റൂം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ മൊത്തത്തിലൊന്ന് ഒതുക്കി പറക്കി സെറ്റാക്കണം എനിക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഫുൾ ക്ലീനിങ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീനിങ് പ്രോസസ്സിലോട്ട് പോവാം. ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ് ഹാളിൽ, അതായത് ഞങ്ങളുടെ വീടിൻ്റെ വലത്തെ നിലയിൽ ഹാളിലാണ് പീസ് സെറ്റ് ചെയ്തത്. ഇനി ഇത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് കൊളാപ്പ് കിട്ടിയതാണ്. അപ്പോൾ ഇനി വീഡിയോ എടുക്കണം ഗൈസ്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം വീണ്ടും റൂമിലോട്ട് എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് വീണ്ടും ഇതിനെല്ലാം ഇവിടെ സെറ്റ് ചെയ്യും. പിന്നെ കുറേ കഴിയുമ്പോൾ വീണ്ടും റൂമിൽ സെറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ പി സി ഇവിടെ വെച്ചിട്ട് ഉപയോഗം ഉണ്ടെന്ന് നോക്കട്ടെ. സാധാരണ നമ്മൾ റൂമിൽ ഈ പി സി ഇരിക്കുന്ന സമയത്ത് രാത്രിയൊക്കെ ഇരുന്ന് സിനിമയൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഈ സാധനം വെച്ചിട്ട് ഈ വിൻഡോ ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഡെയിലി വ്ളോഗ് എടുത്ത് ശീലമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്. ഞാനങ്ങനെ റൂം ഫുൾ ക്ലീൻ ആക്കി. ഇനി എനിക്ക് അലമാരേൻ്റെ എൻ്റെ ഡ്രസ്സ് ഇരിക്കുന്ന കോർണറിൽ ഡ്രസ്സ് ഫുള്ള് മടക്കി വെക്കണം. അത് ഫുൾ ഞാനിങ്ങനെ ചുരുട്ടി കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ നാളെ ചെയ്യാം. ഇന്നിനി വയ്യ ഗൈസ്, കാരണം ഇന്ന് റൂം കംപ്ലീറ്റ് ഞാൻ ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിച്ചിട്ട് ഫുഡ് കഴിച്ച് ഇപ്പോൾ ഞാൻ കുറച്ച് കുക്കുംബറുമായിട്ട് വന്നിട്ടുണ്ട്. കുളിക്കുന്നതിന് മുന്നേ ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു യോഗ ടീച്ചറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ എക്സസൈസൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം. പിന്നെ ഞാനതൊന്നും ചെയ്യാറില്ലായിരുന്നു. ഞാൻ ഇന്ന് മുതൽ എക്സസൈസ് ചെയ്ത് തുടങ്ങി. എനിക്ക് കുറച്ച് ബെല്ലി ഫാറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ കുറയ്ക്കണം. സോ ഞാൻ കുറച്ച് ചോറ് കഴിച്ചിട്ട് ബാക്കി കുക്കുംബർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, നിങ്ങൾ എൻ്റെ ഐബ്രോ ശ്രദ്ധിച്ചാൽ എനിക്ക് ഇവിടെ ഇങ്ങോട്ട് കുറവാണ്. അപ്പം ഞാനത് എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കും ഗൈസ്. ഐബ്രോ ഇങ്ങനെ ആയത് ഉമ്മച്ചി പറഞ്ഞത് ചെറുതിലെ എനിക്കിങ്ങനെ കരി വരച്ച് തരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ മായ്ച്ച് ഐബ്രോ പോയത് ഇല്ലാത്തതാണെന്ന് വെച്ചാൽ കൊച്ചു കുട്ടിക്ക് പിരികം പറഞ്ഞത് കരി വരച്ചെന്നല്ലേ പറയണം. അപ്പോൾ ഞാൻ കരി ഇങ്ങോട്ട് ഇട്ടേക്കൂല, മായ്ച്ച് കളയും. ഗൈസ്, ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ കാരണം, ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എൻ്റെ ചുണ്ട് വെള്ള ചുണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത്. ബിക്കോസ് എൻ്റെ സ്കിന്ന് ചുണ്ട് ഒരുപോലെ ഇരിക്കും. അപ്പോൾ ചുണ്ടുള്ള കാര്യം അറിയാനേ പറ്റില്ല. പിന്നെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എപ്പോഴും ഗേൾസിൻ്റെ ഒരു കോൺഫിഡൻ്റ് ആണല്ലോ. ലിപ്സ്റ്റിക് മേക്കപ്പ് ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ റൂം. കണ്ടോ? ഞങ്ങളുടെ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോർഷനാണ് ഇത്. കാണിച്ചു തരാം ഗൈസ്. കണ്ടില്ലേ? ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ റൂമിൽ. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ പി സി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പി സി എവിടെയാണ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഭാഗവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, എനിക്ക് ഉറക്കം വരണം. ഞാൻ ഇനി പോയി കുറച്ചൊന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ഞാൻ പോയി കുറച്ചൊന്ന് സിനിമ കാണട്ടെ. നേരം വെളുത്ത് എനിക്കൊന്നും റെസ്റ്റൊന്നും കിട്ടിയില്ല. കുറച്ച് റെസ്റ്റ് വേണം ഗൈസ്. ഞാൻ പോയിട്ട് സിനിമ കാണാൻ ഉറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഞാൻ ഉറങ്ങാൻ പോയതാണ്, പക്ഷേ ഇക്ക എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട്
വാപ്പ ഇപ്പോൾ പരിപ്പോടെ വാങ്ങിച്ചുകൊണ്ട് തന്നു, പിന്നെ പേരയ്ക്ക ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പോൾ ഞാനിപ്പോൾ പേരയ്ക്ക ജ്യൂസും പരിപ്പോടെയും തിന്നുന്നു. ഞാൻ ചായ അങ്ങനെ കുടിക്കാത്തത് കൊണ്ട് പേരയ്ക്ക ജ്യൂസാണ് ഞാൻ കുടിക്കുന്നത് ഇപ്പം. കൊള്ളാം കഴിച്ചു, നല്ല ക്രിസ്പി പരിപ്പോട. എനിക്കണ്ട ഗൈസ്. പരിപ്പോട തിന്നിട്ട് ഞാനിപ്പം കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി പോണു. അപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പഠിക്കാം. അതിൻ്റെ ബുദ്ധി എനിക്കില്ല, പക്ഷേ പഠിക്കാം. ഓക്കെ, ഗൈസ്, ഇത് ക്യാപ് കട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ VPN ഓൺ ആക്കണം. സോ ഞാൻ VPN ഓണാക്കി മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ക്യാപ് കട്ട് ഓൾറെഡി ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. നമുക്ക് ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്ത് വരുമോ എന്ന് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, വരണില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് എഡിറ്റിംഗ് കറക്റ്റ് ആക്കാൻ പറ്റണില്ല. പിന്നെ ഫോണിൽ എഡിറ്റ് ചെയ്യണ പോലെയല്ല, നമ്മൾ PC എഡിറ്റ് ചെയ്യുമ്പം ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പോലും. കട്ട് ചെയ്യാൻ ഞാൻ പഠിച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും കഴിഞ്ഞിട്ട് വരാം. ഹായ് ഗൈസ്, വൈകിട്ട് പോയി ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത്. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അഴീക്കോടുള്ള ഇറാനിയിലാണ്. ഇറാനിൽ നിന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഫലൂഡ ഡെയിലി വ്ളോഗ് ഇടണം, പക്ഷേ ആദ്യമായതുകൊണ്ട് ഞാൻ മറന്നു പോകുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി. ഇനി മറന്നു പോകാതെ കണ്ടിന്യൂസ് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നാളെ എടുക്കും, മറ്റന്നാളും എടുക്കും, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ കഴിക്കുന്ന ഓർഡർ ചെയ്ത സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നെട്ടും ഗൈസ്. ഇതിപ്പോൾ അഴീക്കോട് റീസെൻ്റായിട്ട് ഓപ്പണായ ഇറാനിയാണ്. നിൽക്കുന്നതാണ് ഇറാനിയുടെ ഓണർ. ഗൈസ്, അത് ഇറാനിയുടെ ഓണർ മാമയാണ്. ഇറാനിയുടെ ഓണർ മാമ എനിക്ക് ബൺമസ് കേക്ക് തന്നു. കഴിക്കാം, ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. അടിപൊളി ടേസ്റ്റ്. ഗൈസ്, ഞാൻ ചിക്കൻ പോക്കറ്റ് ഷവർമയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ സാധനത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ റോൾ കൊള്ളാം ഗൈസ്, എല്ലാം അടിപൊളി. എല്ലാ സാധനവും അടിപൊളിയാട്ടോ, ഒന്നിലൊന്ന് വെച്ചോ. അർഷദൊക്കെ എങ്ങനെയുണ്ട്? വലൂട അവിടെ ഗൊമ്മാണ് സീന്. അടുത്ത് എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയ ഇറാനി ടീ കുടിച്ച് നോക്കാം. കൊള്ളാം. മുക്കി തിന്നാനുള്ള ബൺമസ്ക തീർന്നു. അടുത്തത് നമുക്ക് ഇറാനിന്ന് സ്പെഷ്യലായിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐസ്ക്രീം കിട്ടി. ഇറാനി സ്പെഷ്യൽ ഐസ്ക്രീം. ഗൈസ്, ഇത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ വരുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ. വെച്ച് നീ ഒരു സ്പൂൺ വെച്ചിട്ട് നീ ഒരു കയ്യിൽ സ്പൂൺ ഇനി കഴിച്ചു നോക്കും. ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കും. ഇനി
നീ മാറ് ചങ്ങി. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. AC വേണമെങ്കിലും ആക്കാം. പറഞ്ഞോ സെറ്റാണ്. ഇത് നമ്മുടെ അനിയനാണ്. ഗൈസ് ഇപ്പോൾ സമയം 11-12 എത്ര ആയി. അപ്പം ഇപ്പം ഞാൻ കിടക്കാൻ പോണ് ഗൈസ്. ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ ഇപ്പം ഡെയിലി വ്ളോഗ് എടുത്ത് മറിക്കുന്ന രീതിക്കാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ കുറച്ചെടുക്കും മറന്നു പോവും, കുറച്ചെടുക്കും മറന്നു പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പതിയെ ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ ഫോണില്ലാതെ പറ്റാത്ത അവസ്ഥ വരും. തുടക്കമല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇറാനി പോയ വ്ളോഗ് ഞാൻ എടുത്തല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ലൈവ് ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ ഫ്രഷായി കുറച്ച് എക്സസൈസൊക്കെ ചെയ്തിട്ട് അടുത്തെൻ്റെ സ്കിൻ കെയർ ആണ് ഗൈസ്. സ്കിൻ കെയർ എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ ചോദിക്കണത് കൊണ്ട് ഞാൻ കാണിക്കാം. അയ്യോ, എനിക്ക് ശ്വാസം മുട്ടണം. ഒറ്റ ശ്വാസത്തിൽ സംസാരിക്കണവരെയൊക്കെ സമ്മതിക്കണമല്ലേ? ഒക്കെ വന്നവിടെ ഒറ്റ ശ്വാസത്തിൽ സംസാരിക്കുന്നവരെയൊക്കെ നമ്മൾ സമ്മതിക്കണം. ട്രൈപോഡ് ഇല്ല ഗൈസ്, ഞാൻ പോയി ട്രൈപോഡ് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യണത് ആദ്യം സെറ്റാഫിലിൻ്റെ ടോണറാണ്. ഇത് തന്നെ ഞാൻ ഉച്ചയ്ക്കും ഇട്ടത്. എൻ്റെതൊരു ഭയങ്കര നോർമൽ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ പിമ്പിൾസ് എനിക്ക് വരും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേസിൽ വേറെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഗൈസ്. ചുമ്മാ പണി വാങ്ങാൻ വയ്യ എനിക്ക്. അടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഓയിൽമെൻ്റ് ആണ്. ഇതെനിക്ക് ഫേസ് അലർജി ആയിട്ട് പോയ സമയത്ത് ഡോക്ടർ തന്നതാണ്. സോ 2-3 ഓയിൽമെൻ്റ് ഉണ്ട്. ഞാനിത് മാറിയൊക്കെ ഇടും. ഫേസ് ഫുള്ള് ഇടണമെന്നില്ല, നമുക്ക് പിമ്പിൾസ് ഉള്ള ഏരിയാസ് മാത്രം ഇട്ടാൽ മതി. എനിക്കിവിടെ ഇത് കണ്ടില്ലേ, ചെറിയ രീതിക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇടുന്നത്. പിന്നെ നെറ്റിയിൽ അങ്ങനെ ഇല്ല, എന്നാലും നമുക്കിടാം. ഇനി ലാസ്റ്റ് ഇതൊരു ലിപ് മാസ്ക് ആണ് ഗൈസ്. ലിപ് മാസ്ക് ഇടും. ഗൈസ്, ഇനി ഞാൻ ഇങ്ങനെ മുമ്പ് ഞാൻ ഹെയർ ഇങ്ങനെ ബോട്ടോക്സ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഹെയർ കെയർ എന്തരാണെന്ന്. അപ്പോൾ ഹെയർ കെയർ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഹെയർ കെയർ ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ആൽഫ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെറി വാട്ടറാണ്. ഗൈസ്, ഇനി ഹെയർ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഹെയർ ഒന്നും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹെയർ എപ്പോഴും ഫ്രണ്ടിലോട്ടിട്ടേ മസാജ് ചെയ്യാൻ പാടുള്ളൂ.
ഞാൻ മസാജ് ചെയ്യും, ഇക്കാക്ക് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇത് അടുത്ത് സ്ട്രീക്സിൻ്റെ സെറമാണ്. അത് കുറച്ചൊന്ന് കയ്യിൽ തേച്ചിട്ട് ഹെയറിൽ, ഇത് സ്കാൽപ്പിൽ വേണ്ടി ഉള്ളതല്ല, ഇത് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് സ്ട്രീക്സിൻ്റെ സെറം. സോ അതൊന്ന് ഹെയറിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, എൻ്റെ ഇന്നത്തെ ഡെയിലി വ്ളോഗ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇനി നാളെ ഞാൻ വീണ്ടും ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും. നാളെ ഞാൻ അതായത് ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ അടുത്ത വ്ളോഗിൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ. ബൈ പറഞ്ഞു പോയിട്ട് ഞാൻ വീണ്ടും വന്നു. കിടക്കാൻ നേരത്ത് എന്തായാലും കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് വാങ്ങി തന്ന ബോട്ടിലിൽ ഞാൻ വെള്ളം കുടിച്ചിട്ട് കിടക്കാം. നമ്മൾ എത്ര വെള്ളം കുടിക്കുമോ അത്രയും നല്ലതാണ്. പക്ഷെ ഓവറായിട്ട് കുടിക്കരുത്. ഓക്കെ ഗൈസ്.